വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായി പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന ഈ നാളുകൾ, ഈ നിമിഷങ്ങൾ, ഈ കാലഘട്ടം, ഇതൊന്നും സാധാരണമല്ല. ഇത് വെറുതെ കടന്നുപോകുന്ന ദിവസങ്ങളല്ല. ഇത് നിങ്ങളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ ആകാശം ഒരുക്കിവെച്ച ഒരു അപൂർവ നിമിഷമാണ്. ആകാശത്തിലെ ഗ്രഹങ്ങൾ ഇപ്പോൾ ഒരു പ്രത്യേക ഭാഷയിൽ സംസാരിക്കുകയാണ്. ആ ഭാഷ നിങ്ങൾക്കു വേണ്ടി മാത്രമുള്ളതാണ്. മേടം രാശിക്കാർക്കു വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഇത് ആകസ്മികമാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇല്ല, ഇതൊരു യാദൃശ്ചികതയല്ല. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിയത് ആ ഒരു ദൈവിക ശക്തി നിങ്ങളെ ഇവിടേക്ക് നയിച്ചതുകൊണ്ടാണ്. ആ ഒരു ദൈവഹിതം ഉണ്ട്. ആ ഒരു ഗ്രഹനില ഉണ്ട്. ആ ഒരു വിധി നിങ്ങൾക്കു വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മേടം രാശിക്കാരെ, ഈ നാളുകൾ നിങ്ങൾക്ക് ഒരു പരീക്ഷണകാലമായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി, കണ്ണീർ ഒഴുക്കി, ഉറക്കമൊഴിച്ചു. ആരും കണ്ടില്ല, ആരും അറിഞ്ഞില്ല. പക്ഷേ ആ ദൈവം കണ്ടു. ആ ആകാശം കണ്ടു. ആ 9 ഗ്രഹങ്ങളും നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഈ നേരത്ത് ആ ഗ്രഹങ്ങൾ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉത്തരം നൽകാൻ. അടുത്ത 15 നാൾ, ഈ ഒരു ഘട്ടം, ഇത് നിങ്ങളുടെ ജീവിതചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കാൻ പോകുകയാണ്. ഒരു ധൈര്യമുള്ള തീരുമാനം, ഒരേ ഒരു ശക്തമായ ചുവടുവയ്പ്, ആ ഒരു ഇടവേളയിലെ ഒരു മഹാമാറ്റം. ഇതെല്ലാം നിങ്ങളുടെ ദ്വാരത്തിൽ മുട്ടാൻ വരികയാണ്. വാതിൽ തുറക്കണോ അതോ അടച്ചിടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ആ വാതിൽ ഇപ്പോൾ മുട്ടുകയാണ്. ജ്യോതിഷം എന്നത് വെറും ഭവിഷ്യത്ത് പറച്ചിലല്ല. ജ്യോതിഷം ഒരു ദൈവിക ശാസ്ത്രമാണ്. ആ ഒരു വേദജ്ഞാനം, ആ ഒരു ദൃഷ്ടി, ആ ഒരു ഗ്രഹചലനം, ഇതെല്ലാം ചേർന്ന് ഒരു ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നു. ഇന്ന് ആ ഗ്രഹചലനം മേടം രാശിക്കാരോട് സംസാരിക്കുകയാണ്. ആ ശബ്ദം ഞാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധയോടെ കേൾക്കൂ, കാരണം ഈ വാക്കുകൾ ഒരിക്കൽ മാത്രം പറയപ്പെടുന്നതാണ്. ഇനി നമ്മൾ ഗ്രഹനിലകളിലേക്ക് ഒന്ന് കടക്കാം. ഗുരു ഇപ്പോൾ ഒരു അതിശക്തമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. ഗുരുവിന്റെ ഈ ഗതി, ഈ ചലനം, ഈ ദൃഷ്ടി, ഇതെല്ലാം മേടം രാശിക്കാർക്ക് ഒരു അനുഗ്രഹത്തിന്റെ കൈ നീട്ടുകയാണ്. ഗുരു ഒരിക്കലും ശൂന്യമായ കൈകളോടെ വരില്ല. അദ്ദേഹം വരുമ്പോൾ ഒരു സൗഭാഗ്യം കൊണ്ടുവരും, ഒരു ഉയർച്ച കൊണ്ടുവരും, ഒരു ജ്ഞാനം കൊണ്ടുവരും. ഈ നേരത്ത് ഗുരു നിങ്ങളുടെ ജന്മരാശിയിൽ ഇടപെടുന്ന ആ ഒരു ദൃഷ്ടി, ഇത് വളരെ വിശേഷമായ ഒന്നാണ്. ഒരേ സമയം ശനി തന്റെ ശക്തമായ ദൃഷ്ടി ചൊരിയുകയാണ്. ശനി ഒരു ശിക്ഷകനല്ല, ശനി ഒരു ഗുരുവാണ്. കഠിനമായ ഒരു ഗുരു. പക്ഷേ ആ ഗുരു നൽകുന്ന പാഠം ജീവിതം മുഴുവൻ ഉപകരിക്കും. ശനിയുടെ ഈ ഗതി, ഈ സഞ്ചാരം, ഈ കോണം, ഇത് നിങ്ങൾക്ക് ഒരു ദൃഢതയും ഒരു ക്ഷമയും ഒരു ഉറച്ചൊരു ഭൂമിയും നൽകാൻ ശ്രമിക്കുകയാണ്. ശനി ഇപ്പോൾ ഒരു പ്രത്യേക ഭാവത്തിൽ ഇരിക്കുകയാണ്. ആ ഭാവം നിങ്ങൾക്ക് ഒരേ സമയം ഒരു ഭാരവും ഒരു ബലവും നൽകുന്നു. ഇനി രാഹുകേതുവിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. രാഹുകേതു ഛായാഗ്രഹങ്ങളാണ്. ഇവർ കണ്ണിന് കാണാൻ കഴിയാത്ത ശക്തിയോടെ ഒരു ജീവിതത്തെ മൊത്തം കുലുക്കും. ഇപ്പോൾ ആ കുലുക്കം മേടം രാശിക്കാർക്ക് ഒരു പ്രത്യേക ദിശയിൽ നൽകപ്പെടുകയാണ്. രാഹുവിന്റെ ആ ഒരു ഛായ, ആ ഒരു ദൃഷ്ടി, ആ ഒരു സ്പർശം, ഇത് ഒരു അതിശയകരമായ മാറ്റത്തിന്റെ സൂചനയാണ്. ആ മാറ്റം പെട്ടെന്ന് വരും, ഊഹിക്കാൻ ആവില്ല. ഒരുക്കം ഉണ്ടെങ്കിൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കാം. ഒരുക്കം ഇല്ലെങ്കിൽ ആ തരംഗം ഒഴുക്കിക്കൊണ്ടുപോകും. ഈ ഒരു ഗ്രഹസംഗമം, ഈ ഒരു ഗ്രഹദൃഷ്ടി, ഈ ഒരു ഗ്രഹശക്തി, ഇതൊക്കെ ഒരുമിച്ച് വരുന്ന ഈ ഒരു നേരം, ഇത് 150 വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ഒത്തുവന്നൊരു ആകാശ ക്രമീകരണമാണ്. ഇത്തരമൊരു ഗ്രഹനില ഇനി വളരെ നാളുകൾ കഴിഞ്ഞേ വരൂ. ഈ ഒരു ജ്യോതിഷ ശക്തി, ഈ ഒരു ദൈവസൂചന, ഇതൊക്കെ ഒരുമിക്കുന്ന ഈ ഒരു അപൂർവ ഘട്ടം, ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിവെച്ചതാണ്. ഈ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ദൈവ ഉപഹാരം. ഇനി ഗ്രഹദശാകാലം ഒന്ന് ചിന്തിക്കാം. ഗ്രഹദശ എന്നത് ഒരു ജീവിതത്തിന്റെ ഒഴുക്ക് നിർണ്ണയിക്കുന്ന ഒരു ദൈവക്രമമാണ്. ആ ദശ ഇപ്പോൾ മേടം രാശിക്കാർക്ക് ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കുകയാണ്. ഒരു ദശ അവസാനിക്കുന്നു, ഒരു ദശ ആരംഭിക്കുന്നു. ഒന്ന് അവസാനിക്കുന്നിടത്ത് ഒരു പ്രത്യേക വേദനയുണ്ട്, ഒരു നഷ്ടബോധം ഉണ്ട്. ആ വേദനയും ആ നഷ്ടബോധവും ഒരു പുതിയ ആരംഭത്തിന്റെ ആദ്യ ശ്വാസമാണ്. ആ ശ്വാസം ഇപ്പോൾ നിങ്ങൾ എടുക്കാൻ തുടങ്ങുകയാണ്. ഗ്രഹസഞ്ചാരം, ഗ്രഹദൃഷ്ടി, ഗ്രഹദശ, ഈ മൂന്നും ഒരേ ദിശയിലേക്ക് ചൂണ്ടുമ്പോൾ ഒരു ജ്യോതിഷി ഒരിക്കലും നിശബ്ദം ഇരിക്കില്ല. ആ ഒരു ദൗത്യം ഇന്ന് ഞാൻ ഏറ്റെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ ശക്തിയുടെ ഭാഷ പകർന്നു നൽകാൻ. ആ ഭാഷ ഒരു മുന്നറിയിപ്പ് അല്ല, ആ ഭാഷ ഒരു ആശ്വാസമാണ്, ഒരു ആഹ്വാനമാണ്, ഒരു ഉണർവാണ്. ഇനി ജോലിയുടെ കാര്യം ഒന്ന് നോക്കാം. ജോലിരംഗത്ത് ഒരു അത്ഭുതകരമായ ഒരു തരംഗം നിങ്ങളിലേക്ക് നീങ്ങിവരികയാണ്. നിങ്ങൾ ഇതുവരെ ചെയ്ത അധ്വാനം, ഇതുവരെ ഒഴുക്കിയ വിയർപ്പ്, ഇതുവരെ ചെലവഴിച്ച ഉറക്കം, ഇതൊക്കെ ഇനി ഫലം കൊടുക്കാൻ തുടങ്ങുകയാണ്. ഒരു ഒഴിഞ്ഞ ഇടം പൂരിക്കപ്പെടും, ഒരു കാത്തിരിപ്പ് അവസാനിക്കും, ഒരു കുരുക്ക് അഴിയും. ഇത് ഞാൻ ഉറപ്പു തരുന്നു. ഗ്രഹശക്തി ഉറപ്പു തരുന്നു. ജോലി ചെയ്യുന്നവർക്ക് ഒരു അപ്രതീക്ഷിത അംഗീകാരം കാത്തിരിക്കുന്നു.
ആ അംഗീകാരം ഒരു ഉയർന്ന തസ്തിക ആകാം, ഒരു ശമ്പള വർധനവ് ആകാം, ഒരു നല്ല വർക്ക് ഓർഡർ ആകാം. ഏത് ആയാലും ആ ഒരു നിമിഷം ഒരു ആശ്വാസത്തിന്റെ ദീർഘനിശ്വാസം ആയിരിക്കും. ദൈർഘ്യമേറിയ ഒരു കാത്തിരിപ്പിന്റെ ഒടുക്കം. ആ ഒടുക്കം ഈ ഘട്ടത്തിൽ ഉണ്ട്, ഈ 15 നാളിൽ ഉണ്ട്. ഇനി ബിസിനസ് ചെയ്യുന്നവരെ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു പുതിയ ഇടപാട്, ഒരു പുതിയ ബന്ധം, ഒരു പുതിയ ഉടമ്പടി. ഇതെല്ലാം ഈ ഘട്ടത്തിൽ ഉരുണ്ടുവരികയാണ്. ഒരുപക്ഷേ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബിസിനസ് അവസരം ഇനി അത് കൈ നീട്ടിത്തരാൻ തയ്യാറാകുകയാണ്. ആ ഒരു കൈ ഭദ്രമായി പിടിക്കണം. ഒരു നിമിഷം ഇടർച്ച വേണ്ട, ഒരു നിമിഷം ഭയം വേണ്ട. ധൈര്യത്തോടെ ആ തീരുമാനം എടുക്കൂ. കാരണം ആ ഒരു ധൈര്യമുള്ള തീരുമാനം നിങ്ങളുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കാൻ പോകുകയാണ്. പണം, സമ്പത്ത്, ധനകാര്യ കാര്യങ്ങൾ, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരു ചലനം ഉണ്ടാകാൻ പോകുകയാണ്. ഒരു കുടുങ്ങിക്കിടന്ന പണം തിരിച്ചുവരാം. ഒരു അനിശ്ചിതത്വം ഒഴിഞ്ഞുപോകാം. ഒരു അപ്രതീക്ഷിത ആദായം ഒരു അദ്ഭുതം പോലെ കടന്നുവരാം. ഈ ഒരു ഗ്രഹശക്തി, ഈ ഒരു ഗുരുദൃഷ്ടി, ഇത് ധനഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ആകാശ ഒരുക്കം. ഈ ഒരുക്കം നിങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായി ഇരിക്കൂ. ചിലർക്ക് ഒരു ബോൾഡ് ആയ ഒരു സാമ്പത്തിക തീരുമാനം എടുക്കേണ്ട ഒരു നേരം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ആ തീരുമാനം ഭയത്തോടെ ഒഴിവാക്കരുത്. ജ്യോതിഷം ഇപ്പോൾ ഒരു പ്രത്യേക ദൃഷ്ടി നൽകുന്നു. ആ ദൃഷ്ടി ഒരു ഹരിതവർണ്ണമാണ്. ആ ഒരു ഉൾവിളി, ആ ഒരു ഉൾബോധ്യം, ഇത് അനുസരിക്കൂ. ഭവിഷ്യത്ത് ഉറപ്പു നൽകുകയാണ്. പ്രണയം, ബന്ധങ്ങൾ, ഹൃദയത്തിന്റെ ഭാഷ, ഇതൊക്കെ ഒരു മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും ആഴമുള്ള ഭാഗമാണ്. മേടം രാശിക്കാർക്ക് ഈ ഘട്ടത്തിൽ ആ ഭാഗത്തും ഒരു വലിയ ചലനം ഉണ്ടാകാൻ പോകുകയാണ്. ഒരുപക്ഷേ ഒരു കാലം ദൂരത്തു നിന്നുകൊണ്ടിരുന്ന ഒരു മനസ്സ് ഇനി അടുത്തേക്ക് വരാം. ഒരു തണുത്ത ബന്ധം ഇനി ഊഷ്മളമാകാം. ഒരു വിട്ടുമാറാത്ത അകൽച്ച ഇനി ഉരുകിയൊഴുകാം. ഇതൊക്കെ ഈ ഒരു ഗ്രഹചലനത്തിന്റെ ഫലമാണ്. ഗ്രഹങ്ങൾ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കുന്ന ഒരു ദൈവദൂതരാണ്. പ്രണയ ജീവിതം നയിക്കുന്നവർക്ക് ഒരു ഉറ്റ വാഗ്ദാനം കിട്ടാം. ഒരു ദീർഘ ചർച്ച അവസാനം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാം. ഒരു ആശ്ലേഷം, ഒരു ക്ഷമ, ഒരു നല്ല വാക്ക്, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഹൃദയത്തിലേക്ക് കടന്നുവരാം. ഈ ഗ്രഹശക്തി പ്രണയബന്ധത്തെ ഒരു ഉറച്ച അടിത്തറയിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. ആ അടിത്തറ ഉണ്ടാകണം എന്ന് ആഗ്രഹമുള്ളവർ ഈ നേരം ഒരു ശ്രമം കൂടി നടത്തൂ. ആ ഒരു ശ്രമം ഫലം നൽകും. ഈ ഗ്രഹഫലം ഉറപ്പുതരുന്നു. വിവാഹ ആഗ്രഹം ഉള്ളവർക്ക് ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഈ ഘട്ടം ഒരു വിവാഹ ചർച്ചയ്ക്ക്, ഒരു നിശ്ചയ ദിവസത്തിന്, ഒരു ജീവിത ഇണ കണ്ടെത്തലിന് ഒരു ഉചിത നേരമാണ്. ഗുരുവിന്റെ ദൃഷ്ടി ഈ ഭാഗത്ത് ഒരു ദൈവ അനുഗ്രഹം ചൊരിയുകയാണ്. ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു ജീവിത ഇണം, ആ ഒരു ദൈവനിശ്ചയം ഈ ഘട്ടത്തിൽ ഫലം കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ഈ ഒരു ഗ്രഹ അനുഗ്രഹം ഏൽക്കാൻ മനസ്സ് തുറന്നിടൂ. ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും ഈ ഘട്ടം ഒരു സ്നേഹ നവീകരണ നേരമാണ്. ചിലപ്പോൾ ജീവിതത്തിന്റെ തിരക്കിൽ ആ ഒരു ബന്ധം ഒന്ന് ക്ഷീണിക്കും. ആ ഒരു ക്ഷീണം ഇനി മാറ്റപ്പെടാൻ ആകാശം ഒരുങ്ങുകയാണ്. ഒരു സ്നേഹ നിമിഷം, ഒരു ഹൃദയഭാഷ, ഒരു ഒന്നിച്ചൊരു നേരം, ഇത് ദാമ്പത്യ ബന്ധത്തിന് ഒരു പുത്തൻ ജീവൻ നൽകും. ആ ഒരു ജീവൻ ഈ ഘട്ടത്തിൽ ഒഴുകിവരാൻ തയ്യാറാണ്. ഒന്ന് ചേർന്നിരിക്കൂ, ഒന്ന് സംസാരിക്കൂ, ഒന്ന് ഹൃദയം തുറക്കൂ. കുടുംബ ജീവിതത്തിലേക്ക് ഒന്ന് കടക്കാം. കുടുംബം ഒരു ജീവിതത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് ഈ ഘട്ടത്തിൽ ഒരു ചൂടേറിയ ചർച്ചയ്ക്ക് വഴി തെളിക്കും. ഒരുപക്ഷേ ഒരു കുടുംബ തർക്കം, ഒരു കുടുംബ ആശങ്ക, ഒരു പഴയ ഒരു ഉരസൽ, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരു പരിഹാരം കാണും. ഗ്രഹഗതി ഒരു കുടുംബ സൗഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ സൗഖ്യം ഉണ്ടാക്കാൻ ഒരു ചെറിയ വഴക്കം, ഒരു ചെറിയ ക്ഷമ, ഒരു ചെറിയ ഒഴിഞ്ഞുകൊടുക്കൽ, ഇതൊക്കെ ആവശ്യമാകും. ആ ഒരു ക്ഷമ ഒരു ബലഹീനതയല്ല, ആ ഒരു ക്ഷമ ഒരു ജ്ഞാനമാണ്. ഒരു ഗൃഹസ്വപ്നം ഉള്ളവർക്ക് ഒരു സന്തോഷ സൂചന ഉണ്ട്. ഒരു ഭൂമി, ഒരു വസ്തു, ഒരു വീട്, ഇതേ സംബന്ധിച്ച ഒരു ഗുണകരമായ ചലനം ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. ഒരു തടസ്സം നീങ്ങിപ്പോകാം, ഒരു അനുകൂല തീരുമാനം ഉണ്ടാകാം, ഒരു ഗൃഹ ആഗ്രഹം ഒരു ഗൃഹ യാഥാർത്ഥ്യമായി മാറാം. ഈ ഒരു ഗ്രഹശക്തിയെ അർഹിക്കുന്ന വിധം ഒരു ദൈവ ഉദ്ദേശ്യം ഇതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആരോഗ്യം, ഇത് ഒരു സുപ്രധാന കാര്യമാണ്. ഒരു ജ്യോതിഷ ദൃഷ്ടിയിൽ ആരോഗ്യം ഒരിക്കലും ലഘൂകരിക്കാൻ കഴിയില്ല. ഈ ഘട്ടത്തിൽ ചില മേടം രാശിക്കാർ ഒരു ചെറിയ ശരീരക്ഷീണം അനുഭവിക്കാം. ഒരു ഉറക്കക്കുറവ്, ഒരു ക്ഷീണം, ഒരു ദഹന പ്രശ്നം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇത് ഒരു ഭയപ്പെടേണ്ട കാര്യമല്ല. ഇത് ഒരു ഗ്രഹചലനത്തിന്റെ ഒരു ശരീര പ്രതിഫലനം മാത്രമാണ്. ഈ ഒരു ഘട്ടത്തിൽ ആഹാരത്തിൽ ഒരു ശ്രദ്ധ, ഉറക്കത്തിൽ ഒരു ക്രമം, ഒരു നല്ല ജലപാനം, ഇതൊക്കെ ഒരു ശ്രദ്ധയോടെ ചെയ്യൂ. മാനസിക ആരോഗ്യം ഈ ഘട്ടത്തിൽ ഒരു ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഒരു ഭാഗമാണ്. ഒരു ആശങ്ക, ഒരു ഉൾഭ്രമം, ഒരു ഉൾഭയം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദേവദർശനം, ഒരു ധ്യാനം, ഒരു ശ്വാസക്രിയ, ഇതൊക്കെ ഒരു ഔഷധം പോലെ ഉപകരിക്കും. മനസ്സ് ശുദ്ധമാകുമ്പോൾ ഗ്രഹശക്തി കൂടുതൽ ശക്തമായി ഉൾത്തൊടും. ആ ഒരു ശുദ്ധി ഈ ഘട്ടത്തിൽ ഉണ്ടാക്കൂ. വിദ്യ, പഠനം, കോഴ്സ്, ഇതൊക്കെ ഒരു ഭവിഷ്യ നിർണായക ഘടകങ്ങളാണ്. ഈ ഘട്ടത്തിൽ ഒരു പരീക്ഷ, ഒരു ഇന്റർവ്യൂ, ഒരു ഫലം, ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്രഹശക്തി നിങ്ങൾക്ക് അനുകൂലമാണ്.
ഇതുവരെ ഒരു ഫലം കിട്ടാതെ കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥി. ആ ഒരു ഫലം ഇനി അനുകൂലമായി വരാൻ ഒരു ഗ്രഹ ഒരുക്കം ആരംഭിക്കുകയാണ്. ആ ഒരു ഒരുക്കം ഉൾക്കൊണ്ട് ഒരു ദൃഢശ്രമം കൂടി ചേർക്കൂ. ആ ശ്രമം ആ ഫലത്തെ ഉറപ്പാക്കും. വിദേശ അവസരങ്ങൾ. ഈ ഒരു ഗ്രഹനില ഒരു വിദേശ ബന്ധം, ഒരു വിദേശ ജോലി, ഒരു വിദേശയാത്ര, ഇതൊക്കെ ഉള്ളവർക്ക് ഒരു ശുഭസൂചന നൽകുകയാണ്. ഒരു കടമ്പ മറികടക്കാൻ ഒരു ഗ്രഹ ഒത്താശ ഈ ഘട്ടത്തിൽ ഉണ്ട്. ഒരു വിസ്, ഒരു ഓഫർ ലെറ്റർ, ഒരു അനുകൂല മറുപടി, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഉരുണ്ടുവരാൻ ഇടയുണ്ട്. ഈ ഒരു ഗ്രഹ ഒത്താശ ഉള്ള ഈ ഒരു നേരം ഒരു ശക്തമായ ശ്രമം കൂടി ഇടൂ. ആ ഒരു ശ്രമം ഒരു അദ്ഭുതം ഉണ്ടാക്കിയേക്കാം. ആത്മീയ വളർച്ച. ഇത് ഈ ഘട്ടത്തിൽ ഒരു വിശേഷ ഭൂമി സ്വീകരിക്കുകയാണ്. ഒരു ക്ഷേത്ര ദർശനം, ഒരു ഗുരുദർശനം, ഒരു ദൈവഭജൻ, ഇതൊക്കെ ഈ നേരത്ത് ഒരു അസാധാരണ ശക്തി നൽകും. ഗ്രഹചലനം ആത്മീയ ഊർജം ഉണർത്തുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ഒരു കടൽ ഒഴുക്കിലേക്ക് ഒരു നദി ചേരുന്നതുപോലെ ഈ ഒരു ഊർജം ഒരു ദൈവശക്തിയിലേക്ക് ചേരുന്ന ഒരു കാലം ഇതാണ്. ഈ ഒരു ദൈവ ഒരുക്കം ഒഴിവാക്കരുത്. ഇനി ഒരു ഗൂഢസൂചന ഉണ്ട്. ഒരു ഒളിഞ്ഞ ശത്രു, ഒരു ഒളിഞ്ഞ ആശങ്ക, ഒരു ഒളിഞ്ഞ അപകടം, ഇതൊക്കെ ഈ ഘട്ടത്തിൽ ഒരു ജാഗ്രത ആവശ്യപ്പെടുന്നു. ആരും ആർക്കും ഒരുപോലെ ഹൃദ്യരല്ല. ചിലർ ഒരു മുഖനന്മ വഹിക്കും, ഒരു ഉള്ള കരുത്ത് ഒളിക്കും. ആ ഒരു ഒളിഞ്ഞ ഭാഗം ഈ ഘട്ടത്തിൽ ഒരു ഗ്രഹദൃഷ്ടി കൊണ്ട് തുറന്നു കാണിക്കപ്പെടും. ആ ഒരു വെളിപ്പെടൽ ആദ്യം ഒരു ഞെട്ടൽ ഉണ്ടാക്കും, പക്ഷേ ആ ഞെട്ടൽ ഒരു ജ്ഞാനം നൽകും. ആ ജ്ഞാനം ഒരു രക്ഷ ആകും. ഇനി ആ 3 നാടകീയ സംഭവങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ഘട്ടത്തിൽ, ഈ അടുത്ത 7 നാൾ മുതൽ 14 നാൾ വരെ 3 ഒരു ജീവിതം മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ ഒരു ക്രമത്തിൽ ഒഴുകിവരാൻ പോകുകയാണ്. ഒന്നാം ഘട്ടം. ഒരു ഞെട്ടൽ, ഒരു ആശ്ചര്യം, ഒരു അപ്രതീക്ഷിത വിളി. ഒരു ഫോൺ ആകാം, ഒരു സന്ദേശം ആകാം, ഒരു കണ്ടുമുട്ടൽ ആകാം. ആ ഒരു ഒറ്റ ഒരു ഞൊടി, ആ ഒരു ഒറ്റ ഒരു വിളി, ആ ഒരു ഒറ്റ ഒരു വാക്ക്, ഇത് നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം നിർത്തും. ഒരു ആഴമേറിയ ഒരു ഭൂകമ്പം ഉൾഹൃദയത്തിൽ ഉണ്ടാകും. ആ ഒരു ഞൊടി ഒരു ജീവിതം മൊത്തം മാറ്റിമറിക്കുന്ന ഒരു ആദ്യ ചുവടാണ്. ഇത് ഭയപ്പെടരുത്, ഇത് ഒരു ദൈവ ആരംഭം. രണ്ടാം ഘട്ടം. ഒരു ഒഴിഞ്ഞ ഒരു ഇടം, ഒരു ഒഴിഞ്ഞ ഒരു സ്ഥാനം, ഒരു ഒഴിഞ്ഞ ഒരു ഹൃദയം, ഇതൊക്കെ ഇനി നിറഞ്ഞു തുളുമ്പും. ദീർഘനാളായി ഒരു ഒഴിഞ്ഞ ഇടം ഒരു കൊടുങ്കാറ്റ് പോലെ നിങ്ങളെ വേദനിപ്പിച്ചിരുന്നു. ആ ഒഴിഞ്ഞ ഇടം ഇനി ഒരു ദൈവസ്പർശം ഏൽക്കും. ഒരു ആശ്വാസം, ഒരു പൂർണ്ണത, ഒരു ഒടുക്കം. ആ ഒരു ഒടുക്കം ഈ ഒരു ഘട്ടത്തിൽ ഒരു ശക്തമായ ഒരു ഭൂമിയാകും. ആ ഭൂമി നിങ്ങൾ ഇരുകയും നീട്ടിയേൽക്കൂ. മൂന്നാം ഘട്ടം. ഏറ്റവും ശക്തമായ ഒരു ആഘോഷ നിമിഷം. ഒരു ഒടുക്കം, ഒരു ആരംഭമാകുന്ന ഒരു ദൈവക്ഷണം, ഒരു ജ്ഞാനം, ഒരു ഉൾക്കാഴ്ച, ഒരു ഉൾദർശനം. ഇത് ഒരു ദൈവദൂതൻ ഒരു ജ്വാലയായി നിങ്ങളുടെ ഉൾമനസ്സിൽ കത്തിജ്വലിക്കും. ആ ഒരു ജ്വാല ഒരിക്കലും അണയില്ല. ആ ഒരു ജ്വാല ഒരു ദീർഘജീവിതം, ഒരു പ്രകാശപാതയിൽ നടക്കാൻ ഒരു ദൈവദീപം ആകും. ഈ ഒരു മൂന്നാം ഘട്ടം ആ ദൈവദീപം ഒരു കൈ നൽകലാണ്. ഇനി പരിഹാരങ്ങൾ. ഗ്രഹശക്തി കൂടുതൽ ആഴത്തിൽ ഉൾക്കൊള്ളാൻ ഒരു ചെറിയ ദൈവ ഒരുക്കം ആവശ്യമാണ്. ഒരു ദൈവദർശനം ഒഴിവാക്കരുത്. ഉദ്ദേശിക്കുന്ന ഒരു ക്ഷേത്ര ദർശനം ഈ ഘട്ടത്തിൽ ഒരു ഉത്സാഹത്തോടെ ചെയ്യൂ. ഒരു ദീപം കൊളുത്തൂ. ഒരു ഒറ്റ ഒരു നെൽ ദർശനം ഒരു ഹൃദയഭക്തിയോടെ ചെയ്യൂ. ഒരു ഒറ്റ ഒരു ദൈവഗീതം, ഒരു ഒറ്റ ഒരു ദൈവജപം, ഇത് ആ ഗ്രഹശക്തിയുടെ ഒഴുക്കിനെ കൂടുതൽ ഊർജ്വലം ആക്കും. ആഹ്നിക ജപം ഒരു ദൈവ ഔഷധമാണ്. ഒരു നിശ്ചിത ജപം ഒരു നിശ്ചിത ദിശ നൽകും. ഈ ഘട്ടത്തിൽ ഒരു ഗുരുജപം, ഒരു ദൈവദർശനം, ഒരു ദൈവനാമസ്മരൺ, ഇതൊക്കെ ഒരു ദൈവശക്തി ഉള്ളിൽ നിറക്കും. ആ ശക്തി ഒരു ജീവിതം ഒഴുക്കിക്കൊണ്ടുപോകും. ഒരു ദൈവ ഇഷ്ടം ഒരു ജീവിതം ഗൈഡ് ചെയ്യും. ഭക്ഷണദാനം ഒരു ദൈവഫലം നൽകുന്ന ഒരു ദൈവക്രിയ ആണ്. ഈ ഘട്ടത്തിൽ ഒരു ദിവസം ഒരു ദൈവദർശനം ചെയ്ത് ഒരു ഭക്ഷണദാനം ചെയ്യൂ. ഒരു ദരിദ്ര ജനത്തിന് ഒരു ഭക്ഷണം കൊടുക്കൂ. ആ ഒരു ദൈവക്രിയ ഒരു ഗ്രഹദോഷം ഒഴിവാക്കും. ഒരു ഗ്രഹ അനുഗ്രഹം കൂടുതൽ ഊർജ്ജത്തോടെ ഒഴുകിവരാൻ ഒരു ദൈവ ഇടനില ആകും. മേടം രാശിക്കാരെ, ഈ ജീവിതം ഒരു ദൈവദൗത്യമാണ്. ഓരോ ദിവസവും ഓരോ ഗ്രഹ ഊർജ്ജം, ഓരോ ദൈവ ഉദ്ദേശ്യം ഒളിപ്പിക്കുന്നു. ആ ദൈവ ഉദ്ദേശ്യം ഒഴുകിവരാൻ ഒരു ഒഴിഞ്ഞ ഹൃദയം ആവശ്യമാണ്. ആ ഹൃദയം ഒഴിക്കൂ. ഭയം ഒഴിക്കൂ, ആശങ്ക ഒഴിക്കൂ, ദ്വേഷം ഒഴിക്കൂ. ഒഴിഞ്ഞ ആ ഇടത്ത് ഒരു ദൈവ ഒരുക്കം ഒഴുകിവരും. ആ ദൈവ ഒരുക്കം ഒരു ജീവിതം ഒരു ദൈവ ആഘോഷമാക്കും. ഈ നേരം, ഈ ഒരു ഘട്ടം, ഈ അടുത്ത 15 നാൾ, ഇത് ഒരു ഒറ്റ ഒരു ജ്വാലയുടെ നേരമാണ്. ഒരു ധൈര്യമുള്ള ഒരേ ഒരു തീരുമാനം. ആ ഒരു ഒറ്റ ഒരു ചുവടുവയ്പ്, ഇത് നിങ്ങളുടെ ഇനി വരുന്ന ദിവസങ്ങൾ മൊത്തം ഒരു ദൈവദൃഷ്ടിയിൽ ഒരു വെളിച്ചമാക്കും. ആ ഒരു ഒറ്റ ഒരു ജ്വാല കൊളുത്തു. ആ ഒരു ഒറ്റ ഒരു ചുവട് വച്ചു. ആകാശം നിങ്ങൾക്ക് ഒരു ദൈവ ഉത്തരം നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഉറക്കെ പറയട്ടെ, നിങ്ങൾ തനിച്ചല്ല. ഈ ഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ആ ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ആ ആകാശശക്തി നിങ്ങൾക്ക് ഒരു ദൈവ ഒരുക്കം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുക്കം ഉൾക്കൊള്ളൂ. ആ ഒരു ജീവിതം ജീവിക്കൂ. ആ ഒരു ദൈവ ഒരുക്കം ഒരിക്കലും ഒരു ജീവിതം ഒഴിഞ്ഞ കൈ